മുട്ടയും പഴവും കണ്ടപ്പോൾ പണ്ട് എപ്പോഴോ ചെയ്തു വെച്ച ഒരു റെസിപ്പി വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് ഒരു കൊതി തോന്നിയിട്ടാ. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പാൻ കേക്ക് ആണ്. 3 മുട്ടയും 2 പഴവും എടുക്കുക ആദ്യം. പിന്നെ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള മധുരവും ബട്ടറും, പിന്നെ മുട്ടയുടെ ചുവ ഇഷ്ടമല്ലാത്തവർക്ക് വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മുടെ അമ്മമാരുടെ ട്രിക്ക് ഉണ്ടല്ലോ, അത് തന്നെ. വെള്ളത്തിന്റെ പകരം പാലാണെന്ന് മാത്രം. അപ്പോഴേക്കും നമ്മുടെ നല്ല അടിപൊളി പാൻ കേക്കിന്റെ ബാറ്റർ സെറ്റ് ആവും ട്ടാ. ഇനി ചൂടായ പാനിലോട്ട് കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ സെറ്റായ പാൻ കേക്കിന്റെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ. അത്യാവശ്യം വലിയ പാനാണെന്നുണ്ടെങ്കിൽ 2 3 ഒരെണ്ണത്തിൽ ഉണ്ടാക്കി എടുക്കാൻ നോക്കുക. എന്നാലും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി തീരുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും ട്ടോ അതൊന്ന് ചുട്ട് കിട്ടാനായിട്ട്. ഞാൻ മുമ്പും കുറേ തവണ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഇത് കറക്റ്റ് ടെക്സ്ചർ ആയിട്ടാണ് ട്ടോ എനിക്കിത് കിട്ടിയത്. പിന്നെ നമ്മുടെ പാൻ കേക്ക് സെർവ് ചെയ്യുമ്പോൾ ദോശ തിരിച്ചിടുന്ന പോലെ തിരിച്ചിടാണ്ട് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രീതി. ഓരോ ലെയറിന്റെ ഇടയിലും ഞാൻ കുറച്ച് ഹണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ടേസ്റ്റ് അങ്ങോട്ട് ഇരുന്നോട്ടെ വെച്ചിട്ടാണ്. ഇനി നമ്മൾ ആ പാൻ കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിച്ചാൽ മതി ഗൈസ്. ഹണിയിൽ കുളിച്ചിരിക്കുന്ന ആ പാൻ കേക്ക് കഴിക്കാൻ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്റെ ടേസ്റ്റ് എന്തായിരുന്നു എന്ന്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. അത്ര അടിപൊളിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.